അന്ന് കാരണഭൂതനായിരുന്നു, ഇന്നത് ഫിനിക്സ് പക്ഷിയായി. മുഖ്യമന്ത്രിയെ ഫിനിക്സ് പക്ഷിയായും പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ട്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ വകയാണ് പുതിയ പിണറായി സ്തുതി. അസോസിയേഷന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നലെ ഇതേ പരിപാടിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് കേസും കൂട്ടവുമായിട്ടുണ്ട്. ആദ്യം ആ പിണറായി സ്തുതി നമുക്കൊന്ന് കേട്ടുവരാം. ചെമ്പടയ്ക്കു കാവലാ ചെങ്കനൽ കണക്കൊരാ, ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. നിന്റെ പാതയിൽ തടസ്സമായിടുന്ന കനലുകൾ പാദമൂന്നി കൈകളിൽ നാടിനെ ചേർത്തു മതഭ്രാന്തരെ അകറ്റി നിർത്തി മാനവർക്ക് രക്ഷയേകി ക്ഷേമസേവനങ്ങൾ നൽകി വികസനത്തിൻ പാതയിൽ കൈവിറ. ഇതായിരുന്നു ആ പാട്ട്. അധിക്ഷേപങ്ങൾക്കിടയിൽ തന്നെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തലാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നയാൾക്ക് നേരെ ലേശം പുകഴ്ത്തൽ വന്നാൽ അതിൽ വല്ലാത്ത അസ്വസ്ഥ്യമുണ്ടാകുമെന്നത് ഉറപ്പാണ്. സകലമാന കുറ്റങ്ങളും മുഖ്യമന്ത്രിയുടെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നാട്ടിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണേണ്ടതുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൂടി ഞാൻ ആ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. ഇനി ഇന്ന് കണ്ട നല്ലൊരു കാഴ്ച കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രി ഓഫീസിനടുത്ത് കണ്ട LKG വിദ്യാർത്ഥിയോട് സ്നേഹം പങ്കിടുന്ന ഒരു മുഖ്യമന്ത്രിയെ കൂടി നമ്മൾ ഇന്ന് കണ്ടു. ആ കാഴ്ച കൂടി ഒന്ന് കാണാം. ഒരു ഭാഗത്ത് വാഴ്ത്തുപാട്ടിനെ കുറിച്ചുള്ള വിവാദവും മറുഭാഗത്തെ വിമർശനങ്ങളും ഒക്കെ കണക്കുമ്പോൾ ആ ചെറിയ ഷെയ്ക്ക് ഹാൻഡും ആ സല്യൂട്ടിനും ഒരു പ്രസക്തിയുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ S. ശിവകുമാറിന്റെ മകൻ നവജ്യോതാണ് ആ മിടുക്കൻ. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്.